കടുവയും സിംഹവും കാട്ടിലെ തന്നെ ആരെയും പേടിക്കാനില്ലാത്ത രണ്ട് രാജാക്കന്മാർ. ഭക്ഷണ ശൃംഖലയിലെ തന്നെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന രണ്ട് പൂച്ചവർഗ്ഗങ്ങളാണ് ഇവ. സിംഹം കിരീടം വെച്ച രാജാവാണെങ്കിൽ കടുവ കിരീടം വെക്കാത്ത രാജാവ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ഇവർ തമ്മിലൊരു പോരാട്ടമുണ്ടായാൽ ആരായിരിക്കും ജയിക്കുക? അതെല്ലാവരുടെയും ഒരു സംശയമായിരിക്കും. കടുവയും സിംഹവും തമ്മിലുള്ള യുദ്ധം, അതിലാരായിരിക്കും ജയിക്കുക എന്നുള്ളത്. ആദ്യം തന്നെ നമുക്ക് സിംഹത്തിൻ്റെ കഴിവുകളെക്കുറിച്ച് നോക്കാം. സിംഹത്തിൻ്റെ ശാസ്ത്രീയ നാമം പാന്തര ലിയോ എന്നാണ്. ആഫ്രിക്കൻ ഗ്രാസ് ലാൻഡുകളിലാണ് സിംഹത്തെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഗിർ ഫോറസ്റ്റിലും സിംഹങ്ങളെ കാണാൻ സാധിക്കും. എന്നാൽ ആഫ്രിക്കൻ സിംഹങ്ങളെ അപേക്ഷിച്ച് ഏഷ്യൻ സിംഹങ്ങൾ വലുപ്പത്തിൽ വളരെ ചെറുതാണ്. സിംഹത്തിൻ്റെ ഭാരം നോക്കുകയാണെങ്കിൽ ഏകദേശം 150 മുതൽ 259 കിലോഗ്രാം വരെയാണ്. പെൺസിംഹങ്ങൾ ആൺസിംഹങ്ങളെ അപേക്ഷിച്ച് വലുപ്പത്തിൽ വളരെ ചെറുതാണ്. 120 മുതൽ 180 കിലോഗ്രാം വരെയാണ് ഇവയുടെ ഭാരം. സിംഹത്തിൻ്റെ ബൈറ്റ് ഫോഴ്സ് ഏകദേശം 650 മുതൽ 1000 PSA വരെയാണ്. കൂട്ടമായി ജീവിക്കുന്ന സിംഹങ്ങൾ കൂട്ടം ചേർന്ന് തന്നെയാണ് ഇരയെ കീഴ്പ്പെടുത്തുന്നത്. കൂടുതലും പെൺസിംഹങ്ങളാണ് വേട്ടയ്ക്കായി ഇറങ്ങുന്നത്. എന്നാൽ ആൺസിംഹങ്ങൾ മടിയന്മാരല്ല. ഇടയ്ക്കൊക്കെ ആൺസിംഹങ്ങളും വേട്ടയ്ക്കായി ഇറങ്ങാറുണ്ട്. കൂടുതലും പെൺസിംഹങ്ങൾ ആണെന്ന് മാത്രം. ഇനി കടുവ. ഇന്ത്യ, റഷ്യ, സൗത്ത് ഈസ്റ്റ് ഏഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കടുവകളെ കാണാൻ സാധിക്കുന്നത്. സൈബീരിയൻ കടുവകളാണ് ഏറ്റവും വലിയ കടുവകൾ. സാധാരണ കടുവകൾ 100 മുതൽ 300 കിലോഗ്രാം വരെയാണ് വലിപ്പം വയ്ക്കാറുള്ളത്. പെൺകടുവകൾ 100 മുതൽ 120 കിലോഗ്രാം വരെയാണ് വളരാറുള്ളത്. പാന്തര ടൈഗ്രിസ് എന്നാണ് ഇവയുടെ ശാസ്ത്രീയ നാമം. ഏകദേശം 1000 മുതൽ 1200 PSA വരെയാണ് കടുവകളുടെ കടിശക്തി. സിംഹങ്ങളെ അപേക്ഷിച്ച് കടുവകളുടെ കടിശക്തി വളരെ കൂടുതലാണ്. വലിപ്പവും സിംഹത്തിനേക്കാളും കൂടുതലാണ് കടുവകൾക്ക്. ഒറ്റയ്ക്ക് വേട്ടയാടി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന മൃഗമാണ് കടുവ. അതുകൊണ്ട് തന്നെ ഇവരൊരു യുദ്ധമുണ്ടായാൽ കടുവയ്ക്ക് തന്നെയായിരിക്കും കൂടുതലും വിജയസാധ്യത. കാരണം ഒറ്റയ്ക്ക് വേട്ടയാടി ജീവിച്ച കടുവകളെ തോൽപ്പിക്കാൻ സിംഹങ്ങൾക്ക് കഴിയുമെന്ന് തോന്നുന്നില്ല. അതുമാത്രമല്ല, വലിപ്പം കൊണ്ടും കടിശക്തി കൊണ്ടും കടുവകൾ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. സിംഹവും കടുവയും തമ്മിൽ യുദ്ധമുണ്ടായാൽ കൂടുതലും വിജയം കടുവയ്ക്കൊപ്പം തന്നെയായിരിക്കും. കാരണം വലിപ്പം കൊണ്ടും ബൈറ്റ് ഫോഴ്സ് കൊണ്ടും ഒറ്റയ്ക്ക് വേട്ടയാടി ഉള്ള ശീലം കൊണ്ടും കടുവയെ തോൽപ്പിക്കാൻ സിംഹത്തിന് പറ്റുമെന്ന് തോന്നുന്നില്ല. ഈ പോരാട്ടത്തിൽ കടുവ തന്നെയായിരിക്കും ജയിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഈ രണ്ട് മൃഗങ്ങളും ഇന്ന് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം മനുഷ്യൻ തന്നെ. തോലിനു വേണ്ടിയും പല്ലിനും നഖത്തിനും വേണ്ടിയുമൊക്കെ കടുവകളെയും സിംഹങ്ങളെയും കൊന്നു തള്ളുകയാണ് മനുഷ്യൻ. വളരെ ചുരുക്കം കടുവകളും സിംഹങ്ങളും മാത്രമേ ഉള്ളൂ ഇപ്പോൾ കാടുകളിൽ. ഇങ്ങനെ പോയാൽ ഭാവിയിൽ കടുവയും സിംഹവും ഭാവി തലമുറയ്ക്ക് ഒരു ഓർമ്മ മാത്രമായി മാറും. അതിനനുവദിച്ചുകൂടാ. കടുവയെയും സിംഹത്തിനെയും സംരക്ഷിക്കുക.